അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ബി.ജെ.പി തയ്യാറെടുക്കുന്നു. കേരളം, തെലങ്കാന ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചേക്കും. നിലവിൽ 4 എം.പിമാരുള്ള തെലങ്കാനയിൽ 10 സീറ്റുകളിൽ വിജയം നേടുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. എൻ.ഡി.എ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകളും ബി.ജെ.പി ഉടൻ ആരംഭിക്കും. രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ക്ലസ്റ്റർ ഇൻചാർജുമാരെ ബി.ജെ.പി നിയമിച്ചു. കേരളത്തിലെ അടക്കം തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഡൽഹിയിൽ ബി.ജെ.പി നേതാക്കൾ യോഗം ചേർന്നു. സംസ്ഥാനത്തിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി സുഭാഷ്, ജനറൽ സെക്രട്ടറിമാരായ ജോർജ് കുര്യൻ, എം.ടി. രമേശ്, ശ്രീ കൃഷ്ണകുമാർ, സുധീർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അമിത് ഷാ, ജെ.പി. നദ്ദ, ബി.എൽ. സന്തോഷ് ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും നേതൃയോഗത്തിൽ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, A+ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതി, കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ പ്രചാരണ പരിപാടികൾ എന്നിവ ചർച്ച ചെയ്തു. സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത നേതൃയോഗത്തിൽ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പും ചർച്ചയായി. 160 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ബി.ജെ.പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഉടൻ തീരുമാനമെടുത്തേക്കും. എൻ.ഡി.എ ഘടകകക്ഷികളുമായുള്ള ആദ്യഘട്ട സീറ്റ് വിഭജന ചർച്ചകൾ സംസ്ഥാനതലത്തിൽ നടക്കും. എൻ.ഡി.എ വിപുലീകരണത്തിന്റെ ഭാഗമായി മറ്റ് പാർട്ടികളെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകളും ബി.ജെ.പി ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.